നമ്മൾ ഒബ്സ്റ്റക്കിൾ മാറാൻ വേണ്ടിയിട്ട് വേൾഡിൽ ലോകത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഗണപതി. അതാണ് നമ്മുടെ സ്വന്തം ഗണപതി. പക്ഷെ ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടില്ലേ ഹോമത്തിന് പോകുന്നത് ഒരിക്കലും എനിക്കൊരു ശരിയാണെന്നുള്ളൊരു അഭിപ്രായമില്ല. പൂജയും കർമ്മവും ചിലപ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാർ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ജ്യോതിഷനെ കാണുകയോ അല്ലെങ്കിൽ പൂജാരിയെ കാണുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം കർമ്മഫലമല്ലാതെ പൂജ ചെയ്താൽ അത്ഭുതം സംഭവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അത് അത്ഭുതം സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പം പറഞ്ഞ പോലെ ഒരു നല്ലൊരു മഴയുള്ള സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരു കുട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ആശ്വാസം, അത്ര തന്നെ. അതായത് മഴ ഇല്ലാതാക്കാൻ നമുക്കെന്നല്ല ആർക്കും പറ്റില്ല. അപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്രയേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, എപ്പോഴും ഒരു എക്സ്പെൻസീവായിട്ട് നമ്മൾ പോകണോ വേണ്ടോ എന്നുള്ളത് സാധാരണ ആൾക്കാർ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ തരത്തിലും നമ്മൾ ഒരു കമേഴ്ഷ്യലൈസ്ഡായിട്ട് ആണിപ്പോൾ നീങ്ങുന്നത്. അമ്പലമായാലും പള്ളിയായാലും എല്ലാ സ്ഥലത്തും എല്ലാം ഒരു ബിസിനസ് ലൈനിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം എനിക്കിപ്പം പറഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ളൊരു ഹോമം കൊണ്ട് അങ്ങനെ ഇപ്പോൾ പൈസ കൂടുതലുണ്ടെങ്കിൽ ദൈവത്തിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുള്ള ധാരണ തെറ്റാണ്. എന്താ വെച്ചാൽ നമ്മൾ മനസ്സ് അറിഞ്ഞ്, ഞാൻ ചില ആൾക്കാരോട് പറയാറുണ്ട്, മനസ്സിൽ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുമ്പിൽ വെച്ച് വെലുങ്ങനെ കരയാനല്ല, മനസ്സിൽ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഗുണം കിട്ടും. അതാണ്. അതുപോലെ പലരും ഇപ്പോൾ ഗൾഫിലെ ആൾക്കാർ അവിടുന്ന് ഇവിടെ ചില കാര്യങ്ങൾ വഴിപാടുകൾ ചെയ്യൽ, അത് അവർക്ക് വേറെ വഴിയില്ല, പുറത്തുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ശരിക്കും അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ആ ചെയ്യേണ്ട ആൾ തന്നെ ക്ഷേത്രത്തിൽ പോകണം. കൂടാതെ അയാൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണം കിട്ടും ഒരുമിച്ചിട്ട് പോകുന്ന സമയത്ത്. പിന്നെ മനസ്സറിഞ്ഞ് മനസ്സിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം 1 ലക്ഷമോ 2 ലക്ഷമോ ചിലവാക്കിയിട്ട് കിട്ടുന്ന ഹോമത്തിന് ഒരിക്കലും കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടല്ല ദൈവത്തിൻ്റെ അടുത്തെത്താനോ ദൈവത്തിനെ കേൾപ്പിക്കേണ്ടതോ. ദൈവത്തിന് നമ്മളെ കർമ്മഫലം അനുസരിച്ചുള്ള പലതും നടന്നു പോവും. അത് മറ്റുള്ള പ്രയാസങ്ങൾക്കും നമുക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടില്ലേ ഹോമത്തിന് പോകുന്നത് ഒരിക്കലും എനിക്കൊരു ശരിയാണെന്നുള്ളൊരു അഭിപ്രായമില്ല. ഓക്കെ. അപ്പം ഈ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരാളുടെ ലൈഫിൽ ഏറ്റവും നല്ല വൺ ഓഫ് ദ ഇവൻറ്റ്സ് ആണ് ഈ പറയുന്ന മാരേജും പിന്നെ അതുപോലെ തന്നെ വീട് വയ്ക്കൽ എന്നൊക്കെ പറയുന്നത്. ഈ വീട് വയ്ക്കുന്ന സമയത്ത് എന്തായാലും ഈ ഭഗവതി സേവയും ഗണപതി ഹോമവും മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ സത്യനാരായണ പൂജ, ഇങ്ങനെ പറയുന്ന ഒരു 3-4 പൂജകൾ മാൻഡേറ്ററി ആണ്. എല്ലാവരും കാലാകാലങ്ങൾ തോറും ചെയ്തു വരുന്നതാണ്. ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്, എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷെ ഗണപതി ഹോമത്തിന് സാധാരണ മാർക്കറ്റിൽ മേടിക്കുന്നതിനേക്കാളും ഒരു 3 ഇരട്ടി 4 ഇരട്ടി പേയ്മെൻറ്റ് മേടിച്ചിട്ട് സ്പെഷ്യൽ ഗണപതി ഹോമം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതും ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. സാധാരണ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഗണപതി ഹോമം ഒന്ന് സാധാരണ ഗണപതി ഹോമം, പിന്നെ അഷ്ടവർഗ ഗണപതി ഹോമം ഉണ്ട്. അത് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. പക്ഷേ അത് 2 തരത്തിൽ മുമ്പേ ചെയ്യുന്നതാണ്, ഫോളോ ചെയ്യുന്ന രീതിയാണ്. മറ്റല്ലാതെ അതിൽ വേറെ ഒരു സ്പെഷ്യൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ അങ്ങനെ തന്നെയാണ്, വേറെ ഇല്ല. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പൈസ ഉണ്ടാക്കാനുള്ളൊരു ഉപാധിയായിട്ട് ചില കൂട്ടർ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട് പുതിയതായിട്ട് താമസാക്കുന്ന സമയത്ത് ഗൃഹപ്രവേശത്തിന് ഗണപതി ഹോമം മുമ്പേ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ മഹാസുദർശനം, അതുപോലെ 2-3 അതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ അവർ ചെയ്യുകയെന്നല്ലാതെ അത് എഴുതി കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം. ചാർത്തുകളൊക്കെ വലിയ ചാർത്താണ് കാണുന്നത്, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ഒരു ശരിക്കും ബുദ്ധിമുട്ടിക്കലാണ്, ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കലാണ്. ഓക്കെ. ഈ നമ്മുടെ ഗണപതി ഹോമം ചെയ്യുന്ന സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് അംബാനിയുടെ മകൻ്റെ കല്യാണം കാണുകയുണ്ടായി. കോടികൾ സ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കല്യാണം ശരിക്കും നല്ലത് തന്നെയാണ്. മാർക്കറ്റിലൊരു എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന സംഭവമാണ്. പൈസ വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നതിന് പകരം മാർക്കറ്റ്. സോ അതൊരു നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ എക്കോണമി വളരാൻ സഹായിക്കുന്ന ഒരു എന്ത് ഇവൻറ്റ്സ് ആണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അവിടെ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് ഗണപതിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഗുരുവായൂർ വന്ന സമയത്തും അവർ കൊണ്ടുവരുന്ന സ്വീറ്റ്സ് അതിമനോഹരങ്ങളാണ്, വളരെ വിപുലമായ സ്വീറ്റ്സ് പല സമയങ്ങളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലഡുവിൻ്റെ പ്രാധാന്യം, ഈ ഗണപതി ഹോമത്തിൽ ലഡു ഹവിസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹവനം ചെയ്യുന്നുണ്ട്. അതെന്താണ് സാറിൻ്റെ അഭിപ്രായം?
അത് സാധാരണഗതിയിൽ നമ്മൾ ദൈവപ്രീതി വരുത്താൻ വേണ്ടി സാത്വിക കർമ്മങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് മധുരം. അതുപോലെ വീട്ടിൽ മധുരം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗണപതിക്ക് ബുധനാഴ്ച ദിവസം വീട്ടിൽ മധുരം കൊടുക്കുന്നത് പല വിഘ്നങ്ങളും ഒഴിവാകാൻ വേണ്ടി നല്ലതാവും. എന്നുവെച്ചാൽ നമ്മൾ ഒബ്സ്റ്റക്കിൾ മാറാൻ വേണ്ടിയിട്ട് ലോകത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഗണപതി. അതാണ് നമ്മുടെ സ്വന്തം ഗണപതി. വേറെ ഒരു ദൈവങ്ങളും എവിടെയില്ല. ഇത് പലരും ഞാൻ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെക്കൊണ്ട് അവർക്ക് ഗുണങ്ങളും ഉണ്ട്. പിന്നെ മധുരം കൊടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം മധുരമാണ്, അല്ലേ, ചോക്ലേറ്റോ. അന്നേരം നമ്മൾ കുട്ടികൾക്ക് കഴിച്ചുകൂടാ, പല്ലിന് മോശമെന്ന് അറിയെങ്കിലും ഒരു സ്നേഹം കൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും. അതുപോലെ ദൈവത്തിനെയും നമ്മൾ മധുരം കൊടുത്തിട്ടാണ്, അല്ലാതെ കയ്പ് കൊടുക്കുന്ന ദൈവങ്ങൾ ഇല്ല. അതുപോലെ നമ്മളെല്ലാം ആ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു പല്ല് വേദനയോ പല്ല് ഇവിടെ വീങ്ങിയിട്ടുള്ള ഒരു ദൈവം നമുക്ക് കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള അങ്ങനെയാണ്. അതുപോലെ തന്നെ മധുരം തന്നെയാണ് എല്ലാറ്റും ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി നോർത്തിലത്തെ മധുരം എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും മധുരപ്രിയരുമാണ്. പിന്നെ അവിടെ മധുരം എല്ലാ കാര്യത്തിലും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരുമാണ്. ലഡ്ഡു, അതുപോലെ പിന്നെ പല കാര്യങ്ങളും ഇതെല്ലാം. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് മധുരം കൊടുക്കുമ്പോൾ ഒരു സംശയം, സാധാരണപ്പെട്ട ഒരാളുടെ സംശയമാണ്. അപ്പോൾ നമ്മളെല്ലാ ബുധനാഴ്ചയും വീട്ടിൽ വയ്ക്കുന്ന ഗണപതിക്ക് നമ്മളൊരു മധുരം കൊടുക്കുന്നു. ഇത് മുടങ്ങിയാൽ, നമ്മളിപ്പം ട്രാവൽ പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇതിന് നിവേദ്യമെന്നും പറഞ്ഞൂടെ? നിവേദ്യം. അപ്പോൾ ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അത് സാധാരണ രീതിയിൽ നമ്മളിപ്പം ക്ഷേത്രങ്ങളിൽ ഒരിക്കലും പൂജ മുടക്കില്ല. എന്താ വെച്ചാൽ മേൽശാന്തി അല്ലെങ്കിൽ പൂജാരി ഇല്ലെങ്കിൽ പകരം വേറൊരാൾ വരും, മുടക്കില്ല. എന്താ വെച്ചാൽ അവിടെ കൃത്യമായിട്ട് ഉഷപ്പൂജ, അങ്ങനെ പലതരത്തിലുള്ള സന്ധ്യക്കും ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റമാണ്. കുറേ പൂജകൾ മുടങ്ങാതെ ചെയ്യണം വിളക്ക് വെച്ചിട്ട്. പക്ഷേ നമ്മളിപ്പം വീടുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഹത്തിൻ്റെയോ അല്ലെങ്കിൽ കല്ലിൻ്റെയോ വിഗ്രഹങ്ങൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റുള്ളതാണ് യൂസ് ചെയ്യുന്നത്, ഫോട്ടോ. പിന്നെ അതുപോലെ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കല്ലിൻ്റെത് പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കില്ല. കല്ലിൻ്റെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കല്ലിന് നമ്മൾ സ്ഥിരമായിട്ട് അഭിഷേകം, അതുപോലെ കൃത്യമായിട്ട് പൂജ, അതായത് മുടക്കാൻ പാടില്ല എന്നാണ്. മെറ്റലൊക്കെ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മെറ്റലിൻ്റെതും ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും. കാരണം നമ്മൾ എന്താണ് ഇപ്പോൾ ബ്രാസിൻ്റെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഷോക്കേസിൽ വെക്കുകയോ ഹാളിൽ വെക്കുകയോ ചെയ്യാം. പക്ഷേ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീട്ടിൽ ഈ നിവേദ്യം വയ്ക്കുന്ന സമയത്ത് ഒരു ദിവസം വച്ചിട്ടില്ല, എല്ലാ ബുധനാഴ്ചയും വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ബുധനാഴ്ചയോ 2 ബുധനാഴ്ചയോ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെ കൊണ്ടൊരു പ്രശ്നങ്ങളുമില്ല. എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വിളക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കല്ലിൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൻ്റെ അല്ല ചെയ്യുന്നത്, സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ബുധനാഴ്ച രാവിലെ കുളിച്ചിട്ട് വീട്ടിലുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിൽ വിശ്വാസമില്ല ആൾക്കാർ എന്തെങ്കിലും ഒരു മധുരം, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പിന്നെ ലഡ്ഡു, എന്തെങ്കിലും ഒരു സാധനം, മോദകം ശരിക്ക്. പക്ഷെ അത് വീക്കിലി ചെയ്യാൻ പറഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ വാളെടുക്കും. അതുകൊണ്ട് മറ്റ് വേറെ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയെങ്കിലും, ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഒരു കപ്പിലാക്കി അടച്ചിട്ട് ഗണപതിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു 108 പ്രാവശ്യം കഴിയുമെങ്കിൽ 108, ഇല്ലെങ്കിൽ മിനിമം 18 ടൈംസ് 18 ചെയ്യുക, ഏത്തോടുക, പ്രാർത്ഥിക്കുക. അത്രയും കൊണ്ട് ഒരു 15 മിനിറ്റ്. അത് ബുധനാഴ്ച രാവിലെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അത് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് നമ്മൾ ചെയ്യുന്നത്, സന്ധ്യക്കാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം രാവിലെ അത് പ്രസാദമായിട്ട് ഉപയോഗിക്കണം. അത് ശരിക്കും നമ്മളെ വിഘ്നങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപയോഗിക്കും. അതുകൊണ്ടാണോ ഈ പറയുന്ന നമ്മുടെ അംബാനി ഫാമിലിയുടെ ഫണ്ട് റൈസ് അല്ലെങ്കിൽ ഫണ്ടിൻ്റെ സോഴ്സ്, അവരുടെ ഇൻകം സോഴ്സ് കൂടുന്നതിന് അതുകൊണ്ടാണോ? കാരണം പല കല്യാണങ്ങളിലും അവർ മധുരം കൊടുക്കുന്നതിൻ്റെ വിപുലമായ രീതിയിലാണ് മധുരം കൊടുക്കുന്നത്. അല്ല, മധുരം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ മധുരം കൊടുക്കൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ കുട്ടികൾക്ക് മധുരം കൊടുക്കൽ, നോർത്തിലുള്ളവർക്ക് മധുരത്തിൻ്റെ പല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവർക്ക് വളരെ കൂടുതലായിട്ട് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അതന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പറയുന്നില്ല. എന്തായാലും നമ്മൾ പൂജയിൽ തുടങ്ങി ഇതിലേക്ക് എത്തി, സന്തോഷം. പൂജാ കാര്യങ്ങളിലേക്ക് ആൾക്കാരുടെ തിരിച്ചറിവും ആൾക്കാർ ഫോളോ ചെയ്യുന്ന രീതിയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ സാധാരണ രീതിയിൽ പൂജയും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.